താനൂർ തൂവൽ തീരത്തെ ഇന്നത്തെ ഈ അതിദയനീയ അവസ്ഥ കണ്ടാൽ ഏതൊരു മലയാളിയുടെയും രക്തം തിളച്ചുപോകും. മക്കളോടൊപ്പം കടലിന്റെ ഭംഗി ആസ്വദിക്കാനും വെള്ളത്തിനു മുകളിലൂടെ നടക്കാനും കൊതിയോടെ എത്തിയവർ എന്ന എനിക്ക് അവിടെ കാണേണ്ടി വന്നത് കഴിഞ്ഞ ഭരണകൂടത്തിന്റെ കഴിവുകേടിന്റെയും അനാസ്ഥയുടെയും നേർചിത്രമാണ്. എന്റെ ശക്തമായ പ്രതിഷേധം. അട്ടിയിട്ട അഴിമതി. കോടികൾ ചിലവാക്കി സന്ദർശകർക്കായി ഒരുക്കിയ ഫൈബർ പാതകൾ ഇന്ന് വെള്ളത്തിലല്ല, കരയിൽ വെറും പാഴ്വസ്തുക്കൾ പോലെ കുന്നുകൂടിക്കിടക്കുന്നു. ഇത് കഴിഞ്ഞ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയല്ലാതെ മറ്റെന്താണ്? കടലിനു മുകളിലൂടെ നടക്കാൻ മോഹിച്ചെത്തിയ എനിക്ക് ഈ അട്ടിക്കിട്ട ഫൈബർ കട്ടകൾക്ക് മുകളിലൂടെ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വന്ന ആ ഗതികേട് പറഞ്ഞറിയിക്കാൻ വയ്യ. കുടുംബവുമായി എത്തുന്നവർക്ക് ഇതിലും വലിയൊരു അപമാനം വേറെയുണ്ടോ? ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ടൂറിസം വികസനം എന്ന് നാടുനീളെ ബോർഡുകൾ വെച്ചവർ താനൂരിലെ പാവം ജനങ്ങളെയും വിദേശത്തുനിന്ന് എത്തുന്ന സഞ്ചാരികളെയും പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ചെയ്തത്. ആര് മറുപടി പറയും? ജനങ്ങളുടെ നികുതിപ്പണം കടലിലെറിഞ്ഞ് ആർഭാടം കാണിച്ചവർ ഈ ദുരവസ്ഥ കാണുന്നുണ്ടോ? ഈ അഴിമതിക്ക് കഴിഞ്ഞ ഭരണകൂടം മറുപടി നൽകിയേ തീരൂ.